ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനൂസ് കിച്ചൺ വേൾഡ്. ഇന്നൊരു ബീഫ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബീഫ് കൊണ്ടാട്ടം. കാണുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ വെള്ളം വരുന്നത് പോലെ തന്നെ രുചിയുടെ കാര്യത്തിലും ഒട്ടും പുറകിലല്ല ഈ വിഭവം. നമുക്ക് എങ്ങനെയാണ് ഈ ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇറച്ചി വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഒരു 3-4 തവണ നന്നായിട്ട് കഴുകി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്ത ബീഫാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് നന്നായിട്ട് ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർക്കാം. വേവിക്കുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം മുളക് പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണാണ്. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. പിന്നീട് മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കറിവേപ്പില 1 തണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാലയും നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഇത് വേവിക്കുമ്പോൾ 80% വരെ നമ്മൾക്ക് ബീഫ് വെന്ത് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഞാനിവിടെ 2 വിസിലാണ് ഇപ്പോൾ ഈ കുക്കറിൽ അടുപ്പിച്ചെടുക്കുന്നത്. 2 വിസിലിൽ ബീഫ് വെന്തിട്ടുണ്ട്. ഞാനിവിടെ പാകിസ്ഥാൻ ബീഫാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര വേഗം ഈ ബീഫ് വെന്ത് കിട്ടിയത്. നമ്മളുടെ ഇന്ത്യൻ ബീഫാണെങ്കിൽ ഒരു 3 വിസിൽ വരെയെങ്കിലും 3-4 വിസിൽ വരെയെങ്കിലും അടുപ്പിക്കേണ്ടി വരും. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ എടുത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് ബീഫ് മാത്രം ഇട്ട് കൊടുക്കാം. വെള്ളം ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ബീഫ് മാത്രം നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബീഫ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഗ്യാസ് വെച്ചിട്ട് ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബീഫ് മുരിഞ്ഞ് നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റാം. ബീഫ് നേരത്തെ വറുത്ത എണ്ണയിലേക്ക് തന്നെ നമ്മൾക്ക് ഇഞ്ചി 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതാദ്യം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മളിത് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 തണ്ട് കറിവേപ്പിലയും ഇപ്പോൾ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. സവാള ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ചേർക്കുന്ന 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കണം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി വേവിക്കുന്ന സമയത്ത് ഇട്ടേക്കുന്നത് കൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. മല്ലിപ്പൊടി നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും നമ്മൾക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ട് യോജിപ്പിക്കുക. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നീട് ചേർക്കേണ്ടത് നമ്മളുടെ കൊണ്ടാട്ടത്തിൻ്റെയൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വറ്റൽമുളക് ചതച്ചതാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത് ഈ ഘട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. മസാലകളെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ടൊമാറ്റോ സോസും കൂടി ഇട്ട് കഴിഞ്ഞ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര തിക്കായിട്ടായിരിക്കും ഈ മസാല ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മസാല കൂട്ടൊന്ന് ചെറുതായിട്ട് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഈ മസാല കൂട്ടെല്ലാം ഇതിലേക്ക് പിടിച്ച് കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മസാലകളെല്ലാം നന്നായിട്ട് ബീഫിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇവിടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ പുളിരസത്തിന് വേണ്ടിയിട്ടാണ് ഈ നാരങ്ങാനീര് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അവസാനമായിട്ട് 1/4 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും കൂടെ ചേർത്ത് നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. രുചിമുകളങ്ങളെ ഉണർത്തും രീതിയിലുള്ളൊരു വിഭവമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.